സാംസങ് 21 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ബ്ലൂ ബാക്ക് കട്ടാവുന്നുണ്ട്, ഗ്രെയിൻസ് കട്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് റീട്രേസ് ലൈൻ ആവുന്നുണ്ട്. അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അതായത് സ്ക്രീനൊക്കെ കട്ടായി പോകും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ബേസ് ബോർഡ് ഒന്ന് തട്ടി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ബേസ് ബോർഡ് ഡ്രൈ ഉണ്ടെന്ന്. അപ്പോൾ അതാ ഇവിടെ ഞാൻ ബേസ് ബോർഡ് തട്ടുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ആ ഗ്രെയിൻസ് ബ്ലൂ ബാക്ക് അങ്ങ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും തട്ടുമ്പോൾ റീട്രേസ് ലൈൻ വരും. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ഇതാ റീട്രേസ് ലൈൻ വരുന്നുണ്ട്, ആ ബ്ലൂ ബാക്ക് ഇങ്ങനെ കിടന്ന് വെട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബേസ് ബോർഡ് ഡ്രൈ സോൾഡർ ചെയ്യണം. ബേസ് ബോർഡ് നല്ല ഡ്രൈ ഉണ്ട്. ഇവിടെ ബേസ് ബോർഡിൽ, അതായത് ബേസിൽ ഫോക്കസിൻ്റെ ഒരു ലെഗ് ഉണ്ട്. അത് വന്നിട്ട് നല്ല ലൂസാണ്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ താഴെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇത് വന്നിട്ട് ഈ ഫോക്കസിൻ്റെ ഈ ലെഗ് വന്നിട്ട് ഒരു ഫ്രീ പ്ലേ ആണ്. നല്ലോണം സോൾഡറായല്ല ഇരിക്കുന്നത്, നല്ല ലൂസുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ എന്താണ് ഈ വെട്ടലും പിന്നെ എന്താണ് ഈ സ്ക്രീൻ കട്ടായി പോകുന്നതൊക്കെ. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അതൊരു നല്ല ലൂസുണ്ട്. ഇപ്പോൾ ബേസ് ബോർഡ് മൊത്തത്തിൽ ഡ്രൈ സോൾഡർ ചെയ്യുമ്പോഴാണ് ആ ലൂസായിരുന്ന ഒരു ഫോക്കസിൻ്റെ ആ ഒരു ലെഗ് നല്ല സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിവതും വളരെ സാവധാനം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഡ്രൈ സോൾഡർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അറിയാതെ ലെഗുകൾ തമ്മിൽ ഒട്ടിക്കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല. പിന്നെ ഓൺ ചെയ്യുമ്പോൾ പുകയും കത്തി അങ്ങ് പോവും, എല്ലാം കൂടെ അടിച്ച് പോവും. ഓക്കെ, പുകയൊക്കെ വന്നു. അപ്പോൾ ഇതിപ്പോൾ ഈ കംപ്ലൈൻറ്റ് എന്തായാലും മാറിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.